MMO പ്രൈവറ്റ് ഐ ടിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് DC to DC കൺവേർട്ടർ പാർട്ട് 5. പാർട്ട് 5 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ്: ബേസിക്സ് ഓഫ് ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ, ബേസിക് സർക്യൂട്ട് ഓഫ് ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ, വർക്കിംഗ് ഓഫ് ദ സർക്യൂട്ട് ഇൻ ബക്ക് ഓപ്പറേഷൻ, വർക്കിംഗ് ഓഫ് ദ സർക്യൂട്ട് ഇൻ ബൂസ്റ്റ് ഓപ്പറേഷൻ. ഫസ്റ്റ് നമുക്ക് ബേസിക്സ് ഓഫ് ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ നോക്കാം. ഇറ്റ് കമ്പൈൻസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ബക്ക് കൺവേർട്ടർ ആൻഡ് ബൂസ്റ്റ് കൺവേർട്ടർ ഇൻ എ സിംഗിൾ സർക്യൂട്ട്. ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബക്ക് കൺവേർട്ടറും ബൂസ്റ്റ് കൺവേർട്ടറും കൂടെ കമ്പൈൻ ചെയ്ത് ഒരൊറ്റ സിംഗിൾ സർക്യൂട്ടാണ്. ഒരു സിംഗിൾ സർക്യൂട്ടിൽ തന്നെ നമുക്ക് ബക്ക് കൺവേർട്ടറും ബൂസ്റ്റ് കൺവേർട്ടറും കിട്ടുന്നതാണ് എന്ത്? ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ. It is useful in battery power systems where the input voltage can vary widely. ഇപ്പോൾ ബാറ്ററി പവർ സിസ്റ്റം, ബാറ്ററി ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ബാറ്ററി പവർ സിസ്റ്റത്തിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെ ഇൻപുട്ട് വോൾട്ടേജ് വല്ലാണ്ട് ഇങ്ങനെ വേരി ചെയ്ത് കളിക്കുന്ന സിസ്റ്റത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ യൂസ് ചെയ്യാം. At full charge, where the battery voltage may be higher than actually needed by the circuit being powered, a buck regulator is useful to keep the supply voltage steady. ഇപ്പോൾ ഫുൾ ചാർജ് ഉണ്ടെങ്കിൽ ബാറ്ററി വോൾട്ടേജ് നമുക്ക് ആവശ്യമുള്ള വോൾട്ടേജിനേക്കാൾ ചിലപ്പോൾ കൂടുതലായിരിക്കും. ആക്ച്വലി നീഡഡ് ആയതിന് സർക്യൂട്ടിൽ വേണ്ടതിനേക്കാൾ ആക്ച്വലി നീഡഡിനേക്കാൾ ചിലപ്പോൾ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അവിടെ അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യണം, അല്ലെങ്കിൽ ബക്ക് ചെയ്യണം. ബക്ക് റെഗുലേറ്റർ ഈസ് യൂസ്ഫുൾ ടു കീപ് ദ സപ്ലൈ വോൾട്ടേജ് സ്റ്റഡി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ സർക്യൂട്ടിൽ ആവശ്യമുള്ളതിനേക്കാൾ വോൾട്ടേജ് കൂടുതലാണ് ബാറ്ററി വോൾട്ടേജ് എങ്കിൽ, ബാറ്ററി ഫുൾ ചാർജ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് സർക്യൂട്ടിൽ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്കവിടെ കുറയ്ക്കാനായിട്ട് നമുക്കവിടെ ബക്ക് റെഗുലേറ്റർ ഉപയോഗിക്കാം. അങ്ങനെ നമുക്ക് സ്റ്റഡി ആയിട്ടുള്ളൊരു വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഉപയോഗിച്ച് കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും? ചാർജ് കുറയും അല്ലേ? കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ചാർജ് കൂട്ടാൻ വേണം. അപ്പോൾ നമുക്കിവിടെ ബൂസ്റ്റ് ഓപ്പറേഷൻ യൂസ്ഫുൾ ആണ്. ആസ് ദ ബാറ്ററി ഈസ് യൂസ്ഡ് അപ്പ്, ഇറ്റ്സ് ചാർജ് ഡിക്രീസസ്. ബാറ്ററി ഉപയോഗിക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ചാർജ് ഇങ്ങനെ കുറയും. ദ ഇൻപുട്ട് വോൾട്ടേജ് ഫാൾസ് ബിലോ ദ ലെവൽ റിക്വയർഡ് ബൈ ദ സർക്യൂട്ട്. അതായത് സർക്യൂട്ടിന് ആവശ്യമുള്ളതിനേക്കാൾ കുറയാൻ തുടങ്ങും വോൾട്ടേജ്. ഇൻപുട്ട് വോൾട്ടേജ് നമുക്ക് സർക്യൂട്ടിന് ആവശ്യമുള്ളതിനേക്കാൾ കുറയാൻ തുടങ്ങുകയാണെങ്കിൽ ദെൻ ദ ബാറ്ററി മസ്റ്റ് ബി ഡിസ്കാർഡഡ് ഓർ റീചാർജ്ഡ്. ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യും? ബാറ്ററി ഒഴിവാക്കും, അല്ലെങ്കിൽ അത് റീചാർജ് ചെയ്യണം. എന്നാലേ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മൾ ആവശ്യമുള്ള റിക്വയർഡ് ലെവലിലേക്ക് വോൾട്ടേജ് എത്തുള്ളൂ. അപ്പോൾ അറ്റ് ദിസ് പോയിൻറ്റ് ബൂസ്റ്റ് റെഗുലേറ്റർ ഈസ് യൂസ്ഫുൾ. ദസ് ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ വർക്ക് വിത്ത് എ വൈഡ് റേഞ്ച് ഓഫ് ഇൻപുട്ട് വോൾട്ടേജസ് ബോത്ത് ഹയർ ഓർ ലോവർ ദാൻ ദാറ്റ് നീഡഡ് ബൈ ദ സർക്യൂട്ട്. അപ്പോൾ അങ്ങനെ ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ വൈഡ് റേഞ്ച് ഓഫ് ഇൻപുട്ട് വോൾട്ടേജിൽ, അതായത് വളരെ കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള സർക്യൂട്ടിന് ആവശ്യമായ രീതിയിൽ കൂട്ടിയും കുറച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ. കാരണം വോൾട്ടേജ് കൂടുതലാണെങ്കിൽ നമുക്ക് അവിടെ കുറയ്ക്കാൻ പറ്റും ബക്ക് കൺവേർഷൻ ഉപയോഗിച്ചിട്ട്. അല്ലെങ്കിൽ കുറവാണെങ്കിൽ നമുക്ക് ബൂസ്റ്റ് ചെയ്തതിന് നമുക്ക് ആവശ്യമായ റിക്വയർഡ് ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ വൈഡ് റേഞ്ച് ഓഫ് വോൾട്ടേജിൽ നമുക്ക് ബക്ക് ബൂസ്റ്റ് വർക്ക് ചെയ്യിക്കാൻ പറ്റും. നമുക്ക് ബേസിക് സർക്യൂട്ട് ഡയഗ്രാം ഓഫ് ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ നോക്കാം. ആദ്യം നമ്മൾ ബക്ക് കൺവേർട്ടറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ബക്ക് കൺവേർട്ടറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. അടുത്ത് ബൂസ്റ്റ് കൺവേർട്ടറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഇവിടെ രണ്ട് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ബക്ക് കൺവേർട്ടർ പിങ്കിലും ബൂസ്റ്റ് കൺവേർട്ടർ ബ്ലൂ കളറിലാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാകും, പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കളർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്കിതിൽ ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ വയ്ക്കുന്ന സമയത്ത് രണ്ട് സർക്യൂട്ടിലും ബക്ക് കൺവേർട്ടറിലും ബൂസ്റ്റ് കൺവേർട്ടറിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് നമുക്ക് എടുത്തായത്. വി എസ് എന്താ? ഇൻപുട്ട് സോഴ്സ് വോൾട്ടേജ് രണ്ടിലുണ്ട് അല്ലേ? വി ഔട്ടും അതുപോലെ രണ്ടിലും കോമൺ ആണ്. കപ്പാസിറ്റർ അതുപോലെ ലോഡ്, ഇതെല്ലാം ഈ നാല് എലമെൻസും എന്താണ്? ബക്ക് കൺവേർട്ടറിലും ബൂസ്റ്റ് കൺവേർട്ടറിലും ഒരേ രീതിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എലമെൻറ്റ്സ് ഇപ്പോൾ ഇൻഡക്ടർ രണ്ടിലുണ്ട്, ഡയോഡ് ഉണ്ട്, സ്വിച്ച് ഉണ്ട്, പക്ഷേ കണക്ട് ചെയ്തിരിക്കുന്ന രീതി വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരേ രീതിയിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇൻപുട്ട് സോഴ്സ് വോൾട്ടേജും കപ്പാസിറ്ററും ലോഡും ആണ് അല്ലേ? ഇനി ബക്ക് കൺവേർട്ടറിൽ സ്വിച്ച് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്? സീരീസ് ആയിട്ടാണ്, ഡയോഡ് പാരലലാണ്. ബൂസ്റ്റ് കൺവേർട്ടറിൽ ഡയോഡ് സീരീസും സ്വിച്ച് പാരലലുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ബക്ക് കൺവേർട്ടറിലെ സ്വിച്ചും ഡയോഡും വരച്ചെടുക്കാം. സ്വിച്ച് ഉണ്ട്, കൺട്രോൾ പൾസസും ഡയോഡും. ബൂസ്റ്റ് കൺവേർട്ടറിലെ
ഡയോഡും സ്വിച്ചും നമുക്ക് അതും ഇങ്ങോട്ട് വരയ്ക്കാം. സ്വിച്ച് നമ്മൾ സ്വിച്ച് 2 എന്നും മറ്റേ സ്വിച്ച് 1 എന്നും കൊടുത്തിട്ടുണ്ട്. അതിന് കൺട്രോൾ പൾസ് രണ്ടിനും സെപ്പറേറ്റ് ആയിട്ടും കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിൽ കോമൺ ആയിട്ടുള്ളതാണ് ഇൻഡക്ടറിലെ. അവിടെ സ്വിച്ചിന് ശേഷമാണ് ഇൻഡക്ടർ വരുന്നത്, ഇവിടെ സ്വിച്ചിന് മുമ്പാണ് ഇൻഡക്ടർ വരുന്നത്. ബൂസ്റ്റ് കൺവേർട്ടറിൽ സ്വിച്ചിന് മുമ്പും ബക്ക് കൺവേർട്ടറിൽ സ്വിച്ചിന് ശേഷമാണ്. അപ്പോൾ നമുക്ക് അതേ രീതിയിൽ ഇൻഡക്ടറും കണക്ട് ചെയ്യാം എല്ലാം. ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ജോയിൻ ചെയ്ത് കൊടുത്താൽ എന്തായി, ബക്ക് ബൂസ്റ്റ് കൺവേർട്ടറിൻ്റെ സർക്യൂട്ടായി. ഓക്കെ, ഇനി ഇവിടെയുള്ള ഈ സ്വിച്ചിനെയും ഡയോഡിനെയും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട്, സ്വിച്ചും ഡയോഡും ബക്ക് കൺവേർട്ടറിലെ സ്വിച്ചിനെയും ഡയോഡിനെയും കമ്പൈൻ ചെയ്ത് നമ്മൾ സ്വിച്ച് 1 എന്ന് കൊടുക്കുകയാണ്. TR1 എന്ന്, ട്രാൻസിസ്റ്റർ 1 എന്ന് കൊടുക്കുന്നു. അതുപോലെ ബൂസ്റ്റ് കൺവേർട്ടറിലെ ഇവിടെ S1 SW1 എന്ന് കാണിച്ചു, അവിടെ സ്വിച്ച് എന്ന് മാത്രമേ ബക്ക് കൺവേർട്ടറിൽ കാണിച്ചിട്ടുള്ളൂ. താഴെ നമ്മൾ ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ വരച്ചപ്പോൾ അത് സ്വിച്ച് 1 കാണിച്ചു. ഇനി ബൂസ്റ്റ് കൺവേർട്ടറിലെ ഡയോഡിനെയും സ്വിച്ചിനെയും കൂടെ നമ്മൾ അവിടെ സ്വിച്ച് 2 എന്നാണ് കാണിക്കുന്നത്. സ്വിച്ച് 2 എന്ന് കാണിച്ചിട്ടുണ്ട്. രണ്ടിനും സെപ്പറേറ്റ് കൺട്രോൾ പൾസ് ഉണ്ടല്ലോ, അത് മാറ്റി നമ്മൾ ഒരു സർക്യൂട്ട് വരയ്ക്കുകയാണ്. അതായത് സ്വിച്ച് 1-ന് പകരം ട്രാൻസിസ്റ്ററും 1-ഉം, സ്വിച്ച് 2-ന് ട്രാൻസിസ്റ്റർ 2 നമ്മൾ കൊടുത്തു. കൺട്രോൾ പൾസസ് കോമൺ ആയിട്ടൊരു കൺട്രോൾ യൂണിറ്റും കൊടുത്തു. ഇനി ഇൻപുട്ട് സോഴ്സ് വോൾട്ടേജ്, ട്രാൻസിസ്റ്റർ, ഇൻഡക്ടർ ഒക്കെ ഉണ്ടല്ലേ. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ബക്ക് കൺവേർട്ടറിൻ്റെ ഓപ്പറേഷൻ നോക്കാം. ഓപ്പറേഷൻ ആസ് ബക്ക് കൺവേർട്ടർ. TR1 ഓൺ, TR2 ഓഫ്. TR2 കണ്ടില്ലേ, ഇവിടെ ഡിസ്കണക്ട് ചെയ്തതുപോലെയല്ലേ കൊടുത്തിരിക്കുന്നത്. അതുപോലെ D1-ഉം ശ്രദ്ധിക്കുക, അതിൻ്റെ കണക്ഷൻസ് നോക്കുക. പറഞ്ഞപ്പോൾ ആയതല്ല, അത് മനഃപൂർവ്വം അങ്ങനെ കൊടുത്തതാണ്, എന്തുകൊണ്ടെന്ന് പറയാം. ഓക്കെ, TR1 ഓണാണ്, TR2 ഓഫ്. അതാണ് നമ്മളെ ബക്ക് കൺവേർട്ടറിലെ ഫസ്റ്റ് കണ്ടീഷൻ. ബക്ക് കൺവേർട്ടറിൽ TR1 ആവശ്യമുള്ളൂ അല്ലേ. അപ്പോൾ ബക്ക് കൺവേർട്ടർ മോഡ് TR2 ഈസ് ഓഫ് ആൻഡ് ഇറ്റ് ഹാസ് നോ അതർ റോൾ. TR2 പ്രത്യേകിച്ച് റോളൊന്നുമില്ല, അത് ഓഫാണ്. TR1 ഈസ് സ്വിച്ച്ഡ് ഓൺ ആൻഡ് ഓഫ് ബൈ എ ഹൈ ഫ്രീക്വൻസി സ്ക്വയർ വേവ് ഫ്രം ദ കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റിൽ നിന്ന് ഹൈ ഫ്രീക്വൻസി സ്ക്വയർ പൾസസ് വരും. അത് TR1-നെ ഓൺ ഓഫ് ചെയ്യും. സ്വിച്ചിങ് ചെയ്യുന്നത് ഹൈ ഫ്രീക്വൻസി സ്ക്വയർ വേവ് ആണ്. വെൻ ദ ഗേറ്റ് ഓഫ് TR1 ഈസ് ഹൈ, TR1 ട്രാൻസിസ്റ്റർ 1-ൻ്റെ ഗേറ്റ് ഹൈ ആവുന്ന സമയത്ത് ട്രാൻസിസ്റ്റർ എന്താവും, ഓൺ ആവും, അതിലൂടെ കറണ്ട് പാസ് ചെയ്യും. വെൻ ദ ഗേറ്റ് ഓഫ് TR1 ഈസ് ഹൈ, TR1 ഈസ് ഓൺ, ദ കറണ്ട് ഫ്ലോസ് ത്രൂ ഇറ്റ്. ദ ഷോർട്ട്കി ഡയോഡ് D1 ഈസ് ടേൺഡ് ഓഫ്. അതുകൊണ്ടാണ് D1 ഓഫ് ആകാൻ കാരണം, TR1-ലൂടെ കറണ്ട് വരുന്ന സമയത്ത് ഡയോഡ് D1-ൻ്റെ കാഥോഡിലേക്ക് പ്ലസ് വരുന്നത്, ഹൈ വോൾട്ടേജ് വരുമ്പോൾ എന്താ ചെയ്യുന്നത്, റിവേഴ്സ് ബയാസ്ഡാണ്. അപ്പോൾ അത് എന്താണ്, ദ ഷോർട്ട്കി ഡയോഡ് D1 ഈസ് ടേൺഡ് ഓഫ് ഓർ റിവേഴ്സ് ബയാസ്ഡ് ഡ്യൂ ടു ദ പോസിറ്റീവ് വോൾട്ടേജ് ഓൺ ഇറ്റ്സ് കാഥോഡ്. ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റിൽ നിന്നുള്ള സിഗ്നലുകളാണ് കാണിച്ചിരിക്കുന്നത്. നമുക്കതിൻ്റെ കറണ്ട് ഫ്ലോ നോക്കാം. TR1 ഓണായി, അപ്പോൾ കറണ്ട് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, സോഴ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും അല്ലേ. ടെർമിനലിൻ്റെ പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് TR1-ലൂടെ ട്രാൻസിസ്റ്റർ 1-ൽ കൂടെ പാസ് ചെയ്ത് ഇൻഡക്ടറിലെത്തും. ഇൻഡക്ടർ എന്ത് ചെയ്യും, ഇൻഡക്ടർ എനർജി സ്റ്റോർ ചെയ്യാൻ തുടങ്ങും. പ്ലസ് മൈനസ് കാണിച്ചിരിക്കുന്ന ഇതേ ഡയറക്ഷനിൽ ഇൻഡക്ടർ എനർജി സ്റ്റോർ ചെയ്യുകയും മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പാൻഡ് ചെയ്യാനും തുടങ്ങും. അതേ കറണ്ട് ഡയോഡിൽ കൂടെയും പാസ് ചെയ്യും, ഡയോഡ് D2-ൽ കൂടെയും പാസ് ചെയ്യും. D2 എന്താ, ഫോർവേഡ് ബയാസ്ഡാണ്. D2-ൽ കൂടെയും കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ ലോഡിൽ ആ വോൾട്ട് കിട്ടും, ആ കറണ്ട് പാസ് ചെയ്യും, ലോഡിലൂടെയും കറണ്ട് പാസ് ചെയ്യും. ആ കറണ്ട് തിരിച്ച് ഇൻപുട്ട് സപ്ലൈൻ്റെ നെഗറ്റീവ് ടെർമിനലിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ ട്രാൻസിസ്റ്റർ 2 ഓൾറെഡി ഓഫാണ്, അപ്പോൾ അതിലൂടെ പാസ് ചെയ്യില്ല. പിന്നെ ഡയോഡ് 1 റിവേഴ്സ് ബയാസ്ഡാണ്. കറണ്ട് സ്റ്റാർട്ട്സ് ഫ്രം പോസിറ്റീവ് ടെർമിനൽ സോഴ്സ് ആൻഡ് ഫ്ലോ ത്രൂ TR1, ഇൻഡക്ടർ L, ഡയോഡ് D2 ആൻഡ് ലോഡ് ബാക്ക് ടു ദ സപ്ലൈ നെഗറ്റീവ് ടെർമിനൽ അല്ലേ. ദസ് ഇൻപുട്ട് സോഴ്സ് ഈസ് സപ്ലൈങ് ദ ലോഡ്. അപ്പോൾ എന്ത് കിട്ടുന്നുണ്ട്, ഇതിൽ മനസ്സിലായത് എന്താണ്, ഇൻപുട്ട് സോഴ്സ് ലോഡിലേക്ക് എത്തുന്നുണ്ട് അല്ലേ. അറ്റ് ദിസ് ടൈം L ആൻഡ് C സ്റ്റോഴ്സ് എനർജി ആസ് പെർ ദ പൊളാരിറ്റി മാർക്ക്ഡ്. അപ്പോൾ ഈ ഇൻപുട്ട് സോഴ്സ് ലോഡിലെത്തുന്നുണ്ട്, അതേസമയം ഇൻപുട്ട് സോഴ്സ് ഉപയോഗിച്ചിട്ട് ആരൊക്കെ എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്, ഇൻഡക്ടറും കപ്പാസിറ്ററും എനർജി സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ പൊളാരിറ്റി മാർക്ക് ചെയ്ത് ആ രീതിയിൽ എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്. വെൻ ഇനഫ് എനർജി സ്റ്റോർഡ്, കൺട്രോൾ യൂണിറ്റ് സ്വിച്ച് ഓഫ് ട്രാൻസിസ്റ്റർ TR1. അപ്പോൾ ഇൻഡക്ടറും കപ്പാസിറ്ററൊക്കെ ആവശ്യത്തിന് ചാർജ് ആവുകയും
ഔട്ട്പുട്ടിൽ റിക്വയർഡ് വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റർ എന്ത് ചെയ്യും, കൺട്രോൾ യൂണിറ്റ് എന്ത് ചെയ്യും, ട്രാൻസിസ്റ്ററിനെ ഓഫ് ചെയ്യാനുള്ള പൾസസ് സെൻഡ് ചെയ്യും, ട്രാൻസിസ്റ്ററിനെ ഓഫ് ചെയ്യിക്കും, TR1 ഓഫ് ചെയ്യിക്കും. അപ്പോൾ TR1 ഓഫ് ആകുമ്പോഴുള്ള കണ്ടീഷൻ നോക്കാം. TR1 ഓഫ്, TR2 ഓൾറെഡി ഓഫാണ്. TR2 കൺട്രോൾ യൂണിറ്റ് ടേൺസ് ഓഫ് TR1. ഇൻപുട്ട് സോഴ്സ് ഈസ് ഡിസ്കണക്റ്റഡ്. TR1 ഓഫായി. ഇവിടെ കണ്ടോ, TR1 ശേഷം ഇവിടെ ഒരു മാർക്ക് ചെയ്ത് കണ്ടില്ലേ, TR1 ശേഷം എന്താ ഡിസ്കണക്ഷൻ വന്നു. അപ്പോൾ എന്താ സ്വിച്ച്, അതായത് TR1 ഓഫാണെങ്കിൽ അതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല, ഇൻപുട്ട് കറണ്ട് ഔട്ട്പുട്ടിലേക്ക് ഉണ്ടാവില്ല. പെട്ടെന്നുള്ള ആ ബ്രേക്ക് ഇൻഡക്ടറിന് എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും. അവിടെ മാഗ്നറ്റിക് ഫീൽഡ് കൊളാപ്സ് ആവുകയും ബാക്ക് EMF ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. റിവേഴ്സ് പൊളാരിറ്റിയിൽ അവിടെ നിന്ന് കറണ്ട് ഡയോഡിൽ കൂടെ പാസ് ചെയ്യാൻ തുടങ്ങും. ദ സോഴ്സ് ഓഫ് കറണ്ട് ഈസ് നൗ ദ ഇൻഡക്ടർ L. നേരത്തെ TR1 ഓൺ ആയ സമയത്ത് ഇൻഡക്ടർ എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആ എനർജി ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ലോഡ് വർക്ക് ചെയ്യുക. ദ സോഴ്സ് ഓഫ് കറണ്ട് ഈസ് നൗ ദ ഇൻഡക്ടർ L. ദ ബാക്ക് EMF ഈസ് ഇൻ റിവേഴ്സ് പൊളാരിറ്റി. ബാക്ക് EMF നേരത്തെ പ്ലസ് മൈനസ് ആയിരുന്നു, ഇപ്പോൾ മൈനസ് പ്ലസ് ആയി. അപ്പോൾ അതിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ആയി. ദെൻ D1 ഈസ് ഫോർവേഡ്. D1 ഈസ് ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് ഇറ്റ് കണ്ടക്ട്സ്. ഇപ്പോൾ D1 എന്താണ്, D1 ചാർജ് കിട്ടും, നെഗറ്റീവാണ് കാഥോഡ് അല്ലേ. അപ്പോൾ D1 എന്ത് ചെയ്യും, ഫോർവേഡ് ബയാസ്ഡ് ആണ്, അത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. ദെൻ കറണ്ട് സ്റ്റാർട്ട്സ് ഫ്രം ഇൻഡക്ടർ ആൻഡ് ഇറ്റ് ഫ്ലോസ് ത്രൂ D2. കറണ്ട് ഇൻഡക്ടറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് D2 അത് ലോഡിലേക്ക് എത്തും. അതുപോലെ ലോഡിൽ നിന്ന് തിരിച്ച് D1 വഴി ഇൻഡക്ടറിൻ്റെ നെറ്റിൽ തന്നെ എത്തും. കറണ്ട് സ്റ്റാർട്ട്സ് ഫ്രം ഇൻഡക്ടർ ആൻഡ് ഇറ്റ് ഫ്ലോസ് ത്രൂ D2 ആൻഡ് ദ ലോഡ് ആൻഡ് D1 ബാക്ക് ടു ദ ഇൻഡക്ടർ. കറണ്ട് ഫ്ലോ ആണ് കാണിച്ചിരിക്കുന്നത് ഫിഗറിൽ അല്ലേ. ആസ് ദ ചാർജ് ഓഫ് L ഡിക്രീസസ്, ദ ചാർജ് അക്യുമുലേറ്റഡ് ഇൻ C ആഡ്സ് ടു ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ലോഡ്. അപ്പോൾ ഇൻഡക്ടറിൽ നിന്നാണ് ചാർജ് എടുക്കുന്നതെന്ന് പറഞ്ഞില്ലേ, കറണ്ട് സോഴ്സ് ഇൻഡക്ടറാണ്. അപ്പോൾ ഇൻഡക്ടറിൽ നിന്ന് വരുന്ന കറണ്ട് എന്ത് ചെയ്യും, അത് കുറയാൻ തുടങ്ങും. അതിന് ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും, എല്ലാം ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. കാരണം അതിലേക്ക് ചാർജ് വരുന്നില്ലല്ലോ, ഇൻപുട്ട് സോഴ്സിൽ നിന്ന് വരുന്നില്ല, ഡിസ്കണ്ടഡ് ആണ്. അപ്പോൾ ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ കപ്പാസിറ്റർ നേരത്തെ ചാർജ് ചെയ്തിരുന്നു, അപ്പോൾ കപ്പാസിറ്ററിലുള്ള ചാർജും കൂടെ കൂട്ടിയിട്ട്, അതാണ് ചാർജ് അക്യുമുലേറ്റഡ് ഇൻ C ആഡ്സ് ടു ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ലോഡ്. അതും കൂടെ കൂടിയിട്ടാണ് ലോഡിലേക്ക് വരിക. അങ്ങനെ ആകുമ്പോൾ ലോഡ് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഓഫ് പീരിയഡിലും കോൺസ്റ്റൻ്റ് ഔട്ട്പുട്ട് നമുക്ക് ലോഡിൽ കിട്ടും. ദിസ് കീപ്പിംഗ് Vout reasonably constant during the off period. When voltage across capacitor decreases, control unit turns on TR1 and the process repeats. അപ്പോൾ കപ്പാസിറ്ററിലെ ചാർജ് എടുക്കാൻ തുടങ്ങുമ്പോൾ കപ്പാസിറ്റർ ചാർജ് കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും, കൺട്രോൾ യൂണിറ്റ് TR1 ഓൺ ചെയ്യിക്കും. അങ്ങനെ വീണ്ടും ഓൺ ചെയ്യുമ്പോൾ ഇൻഡക്ടർ ചാർജ് ആവും, കപ്പാസിറ്റർ ചാർജ് ആവും, ലോഡിന് കിട്ടും. ഇൻപുട്ട് ലോഡുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. വീണ്ടും ചാർജ് വരുന്ന സമയത്ത് കൺട്രോൾ യൂണിറ്റ് എന്ത് ചെയ്യും, TR1 ഓഫ് ചെയ്യും. TR1 ഓഫ് ചെയ്യുന്ന സമയത്ത് ഇൻപുട്ട് ഔട്ടിലേക്ക് ലോഡിലേക്ക് കണക്റ്റ് ആവില്ല. ഇൻഡക്ടറിലുള്ള ചാർജ് ഉപയോഗിച്ച് ലോഡ് വർക്ക് ചെയ്യാൻ തുടങ്ങും. കപ്പാസിറ്ററിലുള്ള ചാർജും കൂടെ ഉപയോഗിക്കാൻ തുടങ്ങും. കപ്പാസിറ്റർ വോൾട്ടേജ് കുറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, കൺട്രോൾ യൂണിറ്റ് വീണ്ടും TR1 ഓൺ ചെയ്യും. അങ്ങനെ ആ പ്രോസസ്സ് അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദിസ് ഹെൽപ്സ് കീപ് ദ റിപ്പിൾ ആംപ്ലിറ്റ്യൂഡ് ടു എ മിനിമം ആൻഡ് Vout അപ് ടു ദ വാല്യൂ ഓഫ് VS. അപ്പം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താ, റിപ്പിൾ എന്ത് ചെയ്യും, കുറയും, നോയ്സ് കുറയും. അതുപോലെ ഔട്ട്പുട്ട് ഇൻപുട്ടിൻ്റെ അതേ ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ദസ് ദ സർക്യൂട്ട് വർക്ക് ആസ് ബക്ക് കൺവെർട്ടർ. VSനേക്കാൾ കുറവായിട്ട് VS, അതായത് ഇൻപുട്ട് വോൾട്ടേജിൻ്റെ ബിലോ ആയിക്കൊണ്ടായിരിക്കും എപ്പോഴും നമുക്ക് ഔട്ട്പുട്ടിൽ വോൾട്ട് കിട്ടുക. അതായത് ബക്ക് കൺവെർട്ടർ ആയിട്ടാണ് സർക്യൂട്ട് അപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ബൂസ്റ്റ് ഓപ്പറേഷൻ നോക്കാം. ഓപ്പറേഷൻ ആസ് ബൂസ്റ്റ് കൺവെർട്ടർ. TR1 ഓണ്, TR2 ഓണാണ്. എന്തുകൊണ്ടാണ് TR1 ഓണ്? TR1 ഇവിടെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തത്. TR1 ഓൺ ആക്കിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇൻപുട്ട് സോഴ്സ് പവർ സപ്ലൈയിൽ നിന്ന് കറണ്ട് ലോഡിലേക്ക് ഫ്ലോ ചെയ്യുള്ളൂ. TR2 ഓണ്. TR2 ആണ് ബൂസ്റ്റ് കൺവെർട്ടറിൽ വർക്ക് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പറയുകയും ചെയ്തു. അപ്പോൾ TR1 TR2 ഓണാണ്. In boost converter mode, TR1 is turned on continuously. It passes current. D1 reverse biased and so does not pass current. These both
TR1 and D1 have no other role. D1ലേക്ക് ഇപ്പോൾ എന്താ നേരത്തെ പോലെ തന്നെ റിവേഴ്സ് ബയാസ്ഡാണ്. D1 കണക്റ്റഡ് അല്ല. TR1നും D1നും പ്രത്യേകിച്ച് റോളൊന്നും ഇതിലില്ല. In boost converter, TR2 is switched on and off by a high frequency square wave from the control unit. ഇവിടെ കൺട്രോൾ യൂണിറ്റിൽ നിന്നുള്ള ഹൈ ഫ്രീക്വൻസി സ്ക്വയർ വേവ് പൾസസ് ഏതിനാണ് കൺട്രോൾ ചെയ്യുക? ട്രാൻസിസ്റ്റർ 2വിനെയാണ് കൺട്രോൾ ചെയ്യുക. ട്രാൻസിസ്റ്റർ 2വിനെയാണ് ഓൺ ഓഫ് ചെയ്യുക. കൺട്രോൾ യൂണിറ്റിൽ നിന്നുള്ള പൾസസ് ട്രാൻസിസ്റ്റർ 2വിനെ ഓഫ് ചെയ്യിക്കും. ഇപ്പോൾ TR2 ഓൺ ആവുന്ന സമയത്ത് പവർ എങ്ങനെ പോവുക? ഇൻപുട്ട് സോഴ്സിൽ നിന്ന് പവർ സ്റ്റാർട്ട് ചെയ്ത് TR1ൽ കൂടെ പാസ് ചെയ്ത് ഇൻഡക്ടറിലെത്തും. ഇൻഡക്ടർ എനർജി സ്റ്റോർ ചെയ്യാൻ തുടങ്ങും. പ്ലസ് മൈനസ് എന്ന ഡയറക്ഷനിൽ എനർജി എക്സ്പാൻഡ് ചെയ്യുകയും എനർജി സ്റ്റോർ ചെയ്യാൻ തുടങ്ങും. അത് ഡയോഡ് വഴി ലോഡിലേക്ക് പോവില്ല. കാരണം എന്താ? കറണ്ട് ഇൻഡക്ടറിൽ നിന്ന് TR2യിലൂടെയാണ് പാസ് ചെയ്യുക. കാരണം സിയും ഡിയും കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന ഇമ്പിഡൻസിനേക്കാൾ കുറവായിരിക്കും TR2. അപ്പോൾ ഈ റെസിസ്റ്റൻസ് കുറഞ്ഞ പാത്തിലൂടെയാണ് കറണ്ട് എപ്പോഴും ഫ്ലോ ചെയ്യുക. TR2യിലൂടെ ഫ്ലോ ചെയ്ത് VSലെത്തും. Okay, current flow control. During the on period when TR2 is conducting, current flows through it. The input current starts from positive terminal source and flows through TR1, the inductor L and switching transistor TR2 directly back to the supply negative terminal. This time inductor L stores energy. That is, during this on period of TR2, it gives low resistance path input is not supplied to load. ഫസ്റ്റിൽ ഓൺ ചെയ്യുന്ന സമയത്ത് TR2 ഓൺ ചെയ്യുന്ന സമയത്ത് ഇൻപുട്ട് സോഴ്സ് എന്ത് ചെയ്യുന്നില്ല? ഔട്ട്പുട്ടിലേക്ക് പോകുന്നില്ല. കാരണം എന്താ? ലോ റെസിസ്റ്റൻസ് പാത്താണ് TR2 പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിലൂടെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുക. ഇനി TR2 ഓഫ് ചെയ്യുകയാണ്. TR1 ഓണും TR2 ഓഫും ആണായിരിക്കും. ഇൻ ബൂസ്റ്റ് കൺവെർട്ടർ മോഡ് TR1 is turned on. Continuously it passes current. D1 reverse biased and so does not pass current. These both TR1 and D1 have no other role. നേരത്തെ പറഞ്ഞത് തന്നെ TR1 സീരീസ് ആയി കണ്ടതുകൊണ്ട് അതെപ്പോഴും ഓൺ ആയിരിക്കും. D1 റിവേഴ്സ് ബയാസ്ഡ് ആണ്. അതുകൊണ്ട് D1നും TR1നും പ്രത്യേകിച്ച് റോളൊന്നും ബൂസ്റ്റ് കൺവെർട്ടർ ഓപ്പറേഷനിലില്ല. When the switching transistor TR2 is turned off, the sudden drop of current causes inductor to produce back EMF. അപ്പോൾ നമ്മൾ TR2 ഓഫാന്ന് പറഞ്ഞു. ഓഫ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? പെട്ടെന്നുള്ള കറണ്ടിൽ വരുന്ന മാറ്റം എന്ത് ചെയ്യും? ഇൻഡക്ടറിനെ ബാധിക്കും. അപ്പോൾ അവിടെ ബാക്ക് EMF ജനറേറ്റ് ചെയ്യുകയും വോൾട്ടേജ് അവിടുന്ന് എന്താ ബാക്ക് EMF ഫ്ലോ ചെയ്യാൻ അവിടുന്ന് കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത് എത്ര നമ്മുടെ സർക്യൂട്ട് ഡിസൈൻ അനുസരിച്ചിട്ട് എത്ര വാല്യൂ വരെ വേണമെങ്കിലും ആവാം. അതാണ് ദ ബാക്ക് EMF ക്യാൻ ബി എനി വോൾട്ടേജ് ഓവർ എ വൈഡ് റേഞ്ച് ഡിപ്പെൻഡിങ് ഓൺ ദ ഡിസൈൻ ഓഫ് ദ സർക്യൂട്ട്. The back EMF is in reverse polarity to previous one. Back EMF reverse polarityയിലായിരിക്കും. നേരത്തെ പറഞ്ഞ പ്ലസ് മൈനസ് എന്നത് മൈനസ് പ്ലസ് ആയിരിക്കും. റിവേഴ്സ് പൊളാരിറ്റിയിലാണ് ഇൻഡക്ടർ എന്ത് ചെയ്യുക? ബാക്ക് EMF ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഡക്ടറും VS ഓൾറെഡി ഉണ്ട് പ്ലസ് VLും കൂടെ. അപ്പോൾ ആ രണ്ട് കറണ്ടും കൂടെയാണ് ഡയോഡിലൂടെയും കപ്പാസിറ്ററിലൂടെയും ഫ്ലോ ചെയ്യുക. നമുക്ക് നോക്കാം കറണ്ട് ഫ്ലോ. ഇൻഡക്ടറിൽ കൂടെ പോയി ഡയോഡ് പ്ലസ് കപ്പാസിറ്റർ ലോഡ് തിരിച്ച് സപ്ലൈൻ്റെ നെഗറ്റീവ് ടെർമിനലിൽ എത്തുന്നു. കപ്പാസിറ്ററിലേക്ക് ഇപ്പോൾ എത്തുന്ന ചാർജ് VS പ്ലസ് VL ആണ്. ഇൻപുട്ട് സോഴ്സും അതുപോലെ ഇൻഡക്ടറിൻ്റെ ക്രോസുള്ള അവരുടെ ബാക്ക് EMFും കൂടെ കൂടിയിട്ടാണ് കപ്പാസിറ്റർ എനർജി സ്റ്റോർ ചെയ്യുന്നത്. നമുക്ക് ലോഡിൽ എന്തിനാണ് കിട്ടുന്നത്? VS പ്ലസ് VL ആണ്. അതായത് ഇൻപുട്ട് സോഴ്സിനേക്കാൾ കൂടി. അപ്പോൾ അവിടെ ബൂസ്റ്റ് ഓപ്പറേഷൻ നടന്നു. റിസൾട്ട്സ് ഇൻ ടു വോൾട്ടേജസ് VS ആൻഡ് VL, സോഴ്സ് വോൾട്ടേജ് ആൻഡ് ബാക്ക് EMF ഇൻ സീരീസ് വിത്ത് ഈച്ച് അതർ. These higher voltages VS plus VL forward biases diode D2. The current flows through TR1, the inductor L, diode D2, load back to supply negative terminal. The resulting current charges capacitor to the higher voltage VS plus VL ready for the next on period and also supplies the load. അപ്പോൾ കപ്പാസിറ്റർ VS പ്ലസ് VL എന്ന ചാർജ് അത്രയും ഹയർ വോൾട്ടേജാണ് കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഓൺ പീരീഡിൽ അത് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതായത് ഇപ്പോൾ TR1 ഓൺ ഫുൾ ടൈം ഓണ്, TR2 ഓൺ ചെയ്തു പിന്നെ ഓഫ് ചെയ്തു അല്ലേ? ഓഫ് ചെയ്ത സമയത്ത് TR2 നമ്മൾ കണ്ടു. ഇനി
TR1 ഓൺ, TR2 വീണ്ടും ഓൺ ചെയ്യാം. TR2 വീണ്ടും ഓൺ ചെയ്യുന്ന സമയത്ത് ആദ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ TR1 ഫുൾ ടൈം ഓൺ ആയിരിക്കും. ഇൻ ബൂസ്റ്റ് കൺവെർട്ടർ മോഡ് TR1 is turned on continuously. It passes current and has no other role. During the on periods when TR2 is conducting, current flows through it. The input current starts from positive terminal of source and flows through TR1. നേരത്തെ പോലെ തന്നെ TR1 പോകും ഇൻഡക്ടർ, അത് കഴിഞ്ഞ് TR2 തിരിച്ച് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ. ഇൻഡക്ടർ സ്വിച്ച് ആൻഡ് ട്രാൻസ്ഫർ TR2 ഡയറക്ട്ലി ബാക്ക് ടു ദ സപ്ലൈ നെഗറ്റീവ് ടെർമിനൽ. ദിസ് ടൈം ഇൻഡക്ടർ സ്റ്റോഴ്സ് എനർജി. ഇവിടെ ഇൻഡക്ടർ എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്. During this on period of TR2, diode D2 is reverse biased due to charge on capacitor Vs plus Vl. ഈ സമയത്ത് ഡയോഡ് D2 എന്താണ്? നേരത്തെ ഡയോഡ് D2 ഫസ്റ്റ് ഓൺ ചെയ്ത സമയത്ത് ഡയോഡ് ഫോർവേഡ് ബയസ് ആയിരുന്നു, പക്ഷേ ലോ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് TR2 പോയത്. പക്ഷേ ഇപ്രാവശ്യം D2 എന്താണ്? റിവേഴ്സ് ബയസ്ഡാണ്. കാരണം കപ്പാസിറ്ററിലുള്ള വോൾട്ടേജ് ആണ് Vs പ്ലസ് Vl-ഉം ഡയോഡിൻ്റെ എവിടെ എത്തുന്നത് നേക്കാൾ കൂടിയ വോൾട്ടേജാണ്. അതായത് ഡയോഡിൻ്റെ ആനോഡിൽ എത്തുന്നതിനേക്കാൾ കൂടിയ വോൾട്ടേജാണ് ഡയോഡിൻ്റെ കാഥോഡിൽ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡയോഡ് D2 റിവേഴ്സ് ബയസ്ഡാണ്. അപ്പോൾ ഡ്യൂറിങ് ദിസ് ഓൺ പീരിയഡ് ഓഫ് TR2, ഡയോഡ് D2 is reverse biased due to charge on capacitor, that is Vs plus Vl. Source voltage plus inductor back EMF. Input is not supplied to load. Input ലോഡിലേക്ക് സപ്ലൈ ചെയ്യുന്നില്ല. During this period, the load is being supplied entirely by the charge on the capacitor. പക്ഷേ ആ സമയത്ത് ലോഡിലേക്ക് ആരും സപ്ലൈ ചെയ്യുന്നത് കപ്പാസിറ്ററാണ്. കപ്പാസിറ്ററിന് അക്രോസ് ചെയ്ത വോൾട്ടേജിൻ്റെ Vs പ്ലസ് Vl ഉണ്ട്. അപ്പോൾ ആ കംപ്ലീറ്റ്ലി ലോഡിലേക്ക് സപ്ലൈ ചെയ്യുന്നത് കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള ചാർജസ് ആണ്. കപ്പാസിറ്റർ ഇതുപോലെ ചാർജ് ഫ്ലോ ചെയ്യും. വെൻ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ഡിക്രീസസ്, കൺട്രോൾ യൂണിറ്റ് ടേൺസ് ഓഫ് TR2 ആൻഡ് ദ പ്രോസസ് റിപ്പീറ്റ്സ്. അപ്പോൾ കപ്പാസിറ്ററിലുള്ള ചാർജ് കാരണം ലോഡിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് TR1 ഓൺ ആയപ്പോൾ മാത്രമേ ഇല്ലാത്തുള്ളൂ, പിന്നെ ഓഫായി രണ്ടാമത് ഓൺ ആവുന്ന സമയത്ത് ലോഡിൽ Vs പ്ലസ് Vl കിട്ടുന്നുണ്ട്. വീണ്ടും അവിടെ കപ്പാസിറ്ററിൽ ചാർജ് കുറയാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും? കൺട്രോൾ യൂണിറ്റ് ട്രാൻസിസ്റ്റർ 2 ഓഫ് ചെയ്യിക്കും. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും? ഇൻഡക്ടർ എനർജി സ്റ്റോർ ചെയ്യാൻ തുടങ്ങും, കപ്പാസിറ്ററും സ്റ്റോർ ചെയ്യും. വീണ്ടും ആ പ്രോസസ്സിങ്ങിനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് ചെയ്യും? ഒരു വോൾട്ടേജ് കിട്ടും കോൺസ്റ്റൻ്റായിട്ട്. ഇൻപുട്ടിനേക്കാൾ കൂടിയൊരു വോൾട്ടേജ് ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇൻപുട്ടിനേക്കാൾ കൂടിയൊരു വോൾട്ടേജ് ഔട്ട്പുട്ടിൽ കിട്ടും. അപ്പോൾ ബൂസ്റ്റ് ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബക്ക് ബൂസ്റ്റ് കൺവെർട്ടറായിട്ട് ഈ AC നമുക്ക് ബക്ക് കൺവെർട്ടറായിട്ടും ബൂസ്റ്റ് കൺവെർട്ടറായിട്ടും വർക്ക് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. നമുക്ക് സമ്മറൈസ് ചെയ്യാം. ബേസിക്സ് ഓഫ് ബക്ക് ബൂസ്റ്റ് കൺവെർട്ടർ. It combines the principle of buck converter and boost converter in a single circuit. It is useful in battery powered system where the input voltage can vary widely. Operations as buck converter: TR1 on, TR2 off. Input source supplies load. Input TR1 on TR2 off ആണെങ്കിൽ ഇൻപുട്ട് ലോഡിൽ കിട്ടുന്നുണ്ട്. ഓപ്പറേഷൻ ആസ് ബക്ക് കൺവേർട്ടറിൽ തന്നെ TR1 ഓഫ് ആയി TR2 ഓഫ് തന്നെയാണ്. ചാർജ് ഓൺ ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ ഡ്രൈവ്സ് ദ ലോഡ്. ഓപ്പറേഷൻ ആസ് ബൂസ്റ്റ് കൺവേർട്ടർ TR1 ഓൺ, TR2 ഓൺ. ഇൻപുട്ട് സോഴ്സ് ഡസ് നോട്ട് സപ്ലൈസ് ലോഡ്. ഓപ്പറേഷൻ ആസ് ബൂസ്റ്റ് കൺവേർട്ടർ TR1 ഓൺ, TR2 ഓഫ്. Vs and Vl source voltage and back EMF in series with each other and drives the load. TR1 ഓൺ, TR2 ഓഫ് ആവുന്ന സമയത്ത് ഇൻഡക്ടറും കപ്പാസിറ്ററും കൂടെ ഉള്ള ചാർജാണ് ലോഡിനെ ഡ്രൈവ് ചെയ്യുന്നത്. ഓപ്പറേഷൻ ആസ് ബൂസ്റ്റ് കൺവേർട്ടർ, അതായത് TR1 ഓൺ, TR2 നെക്സ്റ്റ് ഓൺ ആവുന്ന സമയത്ത് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ, ദാറ്റ് ഈസ് Vs and Vl ഡ്രൈവ്സ് ലോഡ്. താങ്ക് യു.